ഉണ്ടായിരുന്നല്ലേ? ആ എന്നെ വിളിച്ചായിരുന്നു. പേര് ഓർക്കുന്നത് നല്ലൊരു നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ മൂവി. ഇപ്പോൾ വിജയരാഘവനൊക്കെ നല്ല അടിപൊളി ക്യാരക്ടറാണ്. വിജയരാഘവനായാലും പിന്നെ ധ്യാൻ ശ്രീനിവാസനായാലും കൊടുത്ത ക്യാരക്ടർ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പെർഫോമൻസ് ആണ് ധ്യാൻ ചേട്ടൻ്റെ. ഓൾവേസ് നല്ല പെർഫോമൻസ് ആണെങ്കിലും ഇതിലെനിക്ക് കുറച്ചും കൂടെ എലിവേറ്റഡ് ആയി നിൽക്കുന്ന പോലെ തോന്നി. എനിക്ക് സ്ക്രീൻ പ്ലേ ഭയങ്കര നല്ലതാണ് എന്ന് തന്നെ പറയാം. യൂഷ്വലി ഉള്ള ഒരു ഭയങ്കര കോമിക് എലമെന്റ്സ് ഇല്ല, ബട്ട് സ്റ്റിൽ ധ്യാൻ ചേട്ടൻ്റെ കോമഡി പെട്ടെന്ന് വർക്ക് ആവുന്ന ഒരു സാധനം ആയതുകൊണ്ട് അതിന് ചെറിയ എലമെന്റ്സേ ഉള്ളൂ. ഭയങ്കര നല്ല രസമായിട്ട് അതിൻ്റെ ഒരു മിസ്റ്ററി റിവീലിംഗ് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ വന്ന് സിനിമ കാണാം, എന്നിട്ട് മാക്സിമം സ്പ്രെഡ് ചെയ്ത് എല്ലാവരും വന്ന് നമുക്കിപ്പം ഒരുപാട് ഹിറ്റൊക്കെ ഉള്ള സമയമാണ്. ഇങ്ങനെ കണ്ടിന്യൂസ് ഹിറ്റായിട്ട് ഇൻഡസ്ട്രി ഒന്നും കൂടെ ഫ്ലറിഷ് ചെയ്യാൻ എല്ലാവർക്കും നല്ലൊരു മാസമുണ്ട്, എല്ലാം കിട്ടില്ല പടം ഒന്നും പറയാനില്ല. നന്നായിട്ടുണ്ട്. ഇതിൽ ചെയ്തേക്കുന്ന ഓരോരുത്തരും അവരുടെ ഭാഗങ്ങളെല്ലാം ശ്രദ്ധിക്കുകയായിട്ടുണ്ട്. രസമാണ്, നന്നായിട്ടുണ്ട്. എല്ലാം നിങ്ങൾ വളയാണ് ഒരു മെയിൻ ക്യാരക്ടർ. ആ പേര് പോലെ തന്നെ നല്ല അടിപൊളി മൂവി, നല്ല ഫാമിലി മൂവിയാണ്. കണ്ടിരിക്കണം, ഒട്ടും ആകില്ല, ബോറില്ല, ഒരു രസത്തിലെടുത്തിട്ടുണ്ട്. പടം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പടം കോമഡിയാണ്. കോമഡി ഉണ്ട്, അത്യാവശ്യം കോമഡി ഉണ്ട്. ഒരു ഫാമിലി മൂവിയാണ്, നല്ല ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. വളരെ വളരെ നല്ല ഞാന് കാണണം, കണ്ടതന്നെ അറിയുള്ളൂ. ഞാനെ കണ്ട എല്ലാവരും കിട്ടും. വളരെ നന്നായിട്ട് കോമഡി ഉള്ള കോമഡിയൊക്കെ വർക്കായിട്ടുണ്ട്. അബു സലീം ഖാൻ്റെ ഭയങ്കര നല്ലൊരു ക്യാരക്ടർ ഉണ്ട്. അങ്ങനെ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത കുറേ ക്യാരക്ടേഴ്സ് ഭയങ്കര രസമുണ്ട്. ചെറുതാണെങ്കിലും ഭയങ്കര രസമുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട്. കോമഡി സിനിമയല്ല, ഒരു ത്രില്ലറാണ്. ബേസിക്കലി മൂസിയൊക്കെ ഇന്റർവ്യൂവിൽ പറഞ്ഞ പോലെ വളയാണ് ഇതിലെ നായകനും നായികയും. ഇതിലെ ത്രില്ലർ എലമെന്റും ഒക്കെ കൂടുതലൊന്നും പറയാൻ പറ്റില്ല, ചിലപ്പോൾ സ്പോയിലർ ആവും. സിനിമ ഫാമിലി ഓഡിയൻസിന് റെക്കമെൻഡ് ചെയ്യുന്നുണ്ടോ? ഡെഫിനറ്റ്ലി ഫാമിലിക്ക് കാണാൻ പറ്റാത്തതായിട്ടുള്ള ഒന്നുമില്ല. ആസ് എൻ കുട്ടികൾക്കാണെങ്കിലും കാണാൻ എൻജോയ് ചെയ്യാനും പറ്റുന്ന സിനിമ തന്നെയാണ്. യൂഷ്വലി ഉള്ള ചെറിയ എന്താ പറയുക ഫൈറ്റ് സീൻസ് ഒക്കെ അല്ലാതെ വേറെ അങ്ങനെ പ്രോബ്ലമാറ്റിക് ആയിട്ട് നല്ല പടം, നല്ല മേക്കിങ്ങും നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോറും. ധ്യാൻ ചേട്ടൻ്റെ കരിയറിലെ ഒരു ബെസ്റ്റ് പടം. നല്ല സ്റ്റൈലും എന്തോ അത് തമ്മിലുള്ളൊരു നന്നായിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞ ഭയങ്കര വൃത്തികളായിട്ട് നിങ്ങളത് കാണുന്നതായിരിക്കും നല്ലത്. നല്ല പടം. ധ്യാൻ ചേട്ടൻ ഇതുവരെ വന്നതിൽ വെച്ച് എനിക്ക് തോന്നുന്നു ഡിറ്റക്റ്റീവ് വിജയമാവും. അതിനുശേഷം തിയേറ്ററിൽ കാണാൻ പറ്റിയ നല്ലൊരു പടം കണ്ടുകൊണ്ടിരിക്കാം. ഒട്ടും മോശം വരില്ല, നമ്മുടെ സമയവും വേസ്റ്റ് ആവില്ല, പടം തീർന്ന അറിയുന്നില്ല. അടിപൊളിയാണ്. ശരിക്കും കോമഡി മാത്രമല്ല, ഒരു പറഞ്ഞ പോലെ ഒരു ത്രില്ലറും കൂടിയാണ്. കുറച്ച് ത്രില്ലറും കോമഡിയും കൂടി ചേർന്ന് പോകുന്ന ഒരു ബ്ലെൻഡഡ് ആയിട്ടുള്ളൊരു ഇതാണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. എല്ലാവരും കണ്ടവർക്ക് ഇഷ്ടപ്പെടുന്നത്. കാര്യങ്ങൾ കൂടുതൽ പറഞ്ഞാൽ അതൊരു കോംപ്ലിക്കേഷൻ വരും. കാരണം പറഞ്ഞാൽ അവരുടെ ആ റോളുകളൊക്കെ വളരെ ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സാധാരണ ഇതിനകത്ത് നമുക്ക് പറയുമ്പോഴേക്കും ലുക്മാൻ്റെയോ അല്ലെന്നുണ്ടെങ്കിൽ ധ്യാൻ്റെയോ എന്ത് റോളുകളെന്ന് ഇതിനകത്ത് കൂടുതൽ പറയാൻ വേണ്ടി പറ്റത്തില്ല. പക്ഷേ ആ സീന് നമുക്ക് കാണുമ്പോൾ പറയും. ഇനി സംഘടന രംഗങ്ങളാണെങ്കിൽ പോലും വളരെ മനോഹരമായിട്ട് തന്നെ ചിത്രീകരിച്ചിട്ടുണ്ട്. അവരുടെ പ്രകടനങ്ങളും അതിഗംഭീരം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു കഥാപാത്രം തന്നെയാണ് ധ്യാൻ ചെയ്യുന്നത്. വളരെ ബ്രില്യൻ്റായിട്ട് ധ്യാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ലുക്മാൻ ഓരോ സെറ്റപ്പിലും അതിൻ്റെ ഒരു പോലീസ് ഓഫീസറായിട്ടാണ് ലുക്മാൻ വരുന്നത്. ഓരോ മിനിറ്റുകൾ കഴിയും തോറും ലുക്മാൻ്റെ അഭിനയ പാഠവും പുറത്തെടുക്കാവുന്ന സങ്കീർണമായിട്ടുള്ള ഒരു കഥാപാത്രത്തെയാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. വള അല്ല, വളയിൽ പുതുമ എന്ന് പറയുന്നതിനെക്കാട്ടി സാധാരണ വരുന്നതിനെക്കാട്ടി എളുപ്പമുള്ള പേരാണ് വള എന്നുള്ള സംഭവം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു സംഭവമാണ്. പക്ഷേ തിങ്സ് ഈ വള എന്ന് പറയുന്ന സംഭവം കൊണ്ട് നമുക്ക് ഈസിയാണ്. നമുക്ക് എന്ത് കിട്ടിയാലും നമ്മളിപ്പം വള വെച്ചിട്ട് ഇപ്പോൾ മലയാള സിനിമയിൽ എന്ത് കിട്ടിയാലും ഒരു കഥ ഉണ്ടാക്കാമെന്ന് പറയുന്നത്. പക്ഷേ ഇതിലെ കഥ പോകുന്നത് വെറും ഒരു വളയുടെ കഥ മാത്രമല്ല. ഈ വള എവിടേക്ക് പോകുന്നു, എത്ര കുടുംബ ബന്ധങ്ങളെ തോന്നുന്നു, ഒരു സമൂഹത്തെ എങ്ങനെ മാറ്റുന്നു, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ അവിടെയുള്ള ആൾക്കാരെ എങ്ങനെ കണക്ട് ചെയ്യുന്നു എന്നുള്ള സംഭവമാണ് വരുന്നത്. അതിനാണ് യഥാർത്ഥ ഒരു പുതുമയുള്ളത്. ആ ഒരു വള കാരണം ഇങ്ങനെ ഒരു ബന്ധം വന്നത് തന്നെ. എനിക്ക് ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും എന്നുള്ള സംഭവമില്ല. ഇത് ഫസ്റ്റ് ഹാഫ് ആണെങ്കിൽ പോലും ഇന്റർവൽ പഞ്ചൊക്കെ കൊണ്ടുവരുന്ന ഒരു പഞ്ച് തന്നെയാണ്. സെക്കൻഡ് ഹാഫും ഒരു സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ള നല്ല രീതിയിലേക്ക് വന്നിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ എനിക്ക് സംതൃപ്തി നൽകിയ ചിത്രമാണ്. ചെറിയ നല്ല സിനിമയാണ്. ഇപ്പം എല്ലാത്തരം സിനിമകളും നല്ലതാണെങ്കിൽ തിയേറ്ററിൽ തന്നെ വന്ന് പ്രേക്ഷകർ കാണുന്നു, സ്വീകരിക്കുന്നുമുണ്ട്. ആ രീതിയിൽ തിയേറ്ററിൽ തന്നെ വന്ന് കാണട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. ഇനിയിപ്പോൾ സംസാരിച്ച ചെറിയ പേരിൽ നിന്ന് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണട്ടെ.
രസമായിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഒരാർട്ടിസ്റ്റ് എന്ന് പറയുന്നില്ല, എല്ലാവരും നന്നായിട്ട് തന്നെ അവരുടെ പാട്ടുകൾ പെർഫോം ചെയ്തിട്ടുണ്ട്. സീനിയർ ആർട്ടിസ്റ്റുകൾ നന്നായിട്ട് കോംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇവരുടെ പാട്ട് ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു രവീണ മറ്റേ വേറൊരു നായിക ഒരു കുട്ടിയുണ്ട്, പുതുമുഖമാണെന്ന് തോന്നുന്നു, അവരും അവരുടെ പാർട്സ് എല്ലാം നന്നായി ചെയ്തിട്ടുണ്ട്. നന്നായി വന്നിട്ട് സിനിമ എല്ലാ പോർഷനും, സിനിമാറ്റോഗ്രഫി ആണെങ്കിലും എഡിറ്റിംഗ് ആണെങ്കിലും സൗണ്ട് ആണെങ്കിലും എല്ലാം ഒരു നല്ല കോമ്പിനേഷനായിട്ട് വരുന്നുണ്ട്. മസ്റ്റ് വാച്ച്, ഒരു നമുക്ക് റിലാക്സ് ചെയ്ത് വാച്ച് തിയേറ്ററിൽ കാണാൻ സാധിക്കുന്ന ഒരു സിനിമയാണ്. OTT-യിലേക്ക് വെക്കാതെ എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണുമെന്ന് ആഗ്രഹിക്കുക. ഞാനൊരു പ്രത്യേക രീതിയിലുള്ള ക്യാരക്ടറാണല്ലോ ഇതിൽ ചെയ്തത്, ഒരു വില്ലൻ പോലെ നമുക്ക് ട്രെയിലർ കണ്ടപ്പോൾ തോന്നിയാണ്. ഞാനൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത്, പക്ഷേ എല്ലാ ക്യാരക്ടറും വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന പൊട്ടൻഷ്യൽ ആക്ടറാണല്ലോ അദ്ദേഹം. ആ കോൺട്രിബ്യൂഷനായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണട്ടെ സിനിമ. സിനിമ നന്നായിട്ടുണ്ട്. ധ്യാനിൻ്റെയും ലുക്മാൻ്റെയും ആ ഒരു കോംബോ നന്നായിട്ട് തന്നെ വർക്കൗട്ട് ആയിട്ടുണ്ട്. ഇതിൽ വന്നിട്ടുള്ള ആക്ട്രസും എല്ലാവരും നന്നായിട്ടുണ്ട്. ഇപ്പം ധ്യാനിൻ്റെ നമ്മൾ കണ്ടു വന്നിട്ടുള്ളതിന് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള അടിപൊളി ഒരു ഫൈറ്റൊക്കെ ഉണ്ട്. ലുക്മാനുമായിട്ടുള്ള ഒരു ഫൈറ്റൊക്കെ ഉണ്ട്. എല്ലാം നന്നായിട്ടുണ്ട്. നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഗോവിന്ദ് വസന്ത ആദ്യമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. സോ ഓവറോൾ നോക്കുമ്പോൾ നല്ല സിനിമയാണ്, തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. മൂവി ഇപ്പം പ്രതീക്ഷിച്ചൊരു ഔട്ട്പുട്ട് തന്നെ തിയേറ്ററിൽ നിന്ന് കിട്ടിയത് ഉണ്ട്. കാരണം എന്താ പറഞ്ഞത് അത് തന്നെയാണ് എക്സിക്യൂഷൻ വെരി ഷോർട്ട് ആൻഡ് സ്ക്രിപ്റ്റ് ഇൻട്രസ്റ്റായിട്ട് നല്ലോണം ചെയ്തിട്ടുണ്ട്. സാറ്റിസ്ഫൈഡ് ആണ്, ഹാപ്പിയാണ്. വെരി മച്ച്. എല്ലാവരും തിയേറ്റേഴ്സിൽ കാണുന്നു.